വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. ബാലരാമപുരത്തെ കുടുംബ വീട്ടിലാണ് സംസ്കാരം നടക്കുക. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു കുടുംബം ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. മറുഭാഗത്ത് ഈ പിഞ്ചുകുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, എപ്പോഴായിരിക്കും സംസ്കാരം? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചോ? അതിന് നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായ ഒരുക്കങ്ങൾ ഒന്നുമില്ല. ഈ കുട്ടിയുടെ ഒരു പഴയ വീടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ വീടിന് പ്പിൽ ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട്. അതായത് 2 വയസ്സുകാരിക്ക് കിടക്കാവുന്ന, 2 വയസ്സുകാരിയെ അടക്കം ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയൊരു കുഴി. ആ കുഴിയിൽ സംസ്കാരം എന്നുള്ളതല്ലാതെ മറ്റ് ചടങ്ങുകളൊന്നുമില്ല. ഉടൻ തന്നെ സംസ്കാരത്തിലേക്ക് കടക്കും. ഒരുപക്ഷെ കുട്ടിയുടെ പിതാവിനെയും കുട്ടിയുടെ അമ്മുമ്മയെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ അവർ അതിനുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അവരുടൻ എത്തും. ഇതിൽ അമ്മയും അമ്മാവർ ഇങ്ങോട്ടേക്ക് എത്തില്ല. അച്ഛനും അമ്മുമ്മയ്ക്കും, അതായത് അമ്മയുടെ അമ്മയ്ക്കും അവരുടെ കുടുംബ വീട്ടിന്റെ വളപ്പിലാണ് സംസ്കാരം നടത്താൻ പോകുന്നത്. അവർക്ക് ഒരു നോക്ക് കാണാൻ അവസരം ഒരുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. എങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ സംസ്കാരം നടത്തും. ഇപ്പോൾ ദേവേന്ദ്രനെ ഒരു നോക്ക് കാണാൻ ഈ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഒഴുകി വീട്ടിലേക്ക് എത്തുന്നത്. നാട്ടുകാരും അമ്മയുടെ ബന്ധുക്കളും ഈ അമ്മയ്ക്കും അമ്മാവനും എല്ലാം ഒരുപക്ഷെ വേണ്ടാത്ത കിണറ്റിലെറിഞ്ഞിരുന്ന കുഞ്ഞിനെ ഇതിനു വേണ്ടി നാട്ടുകാർ ഒന്നിക്കുന്നു. കുട്ടിയുടെ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് എത്തിയിട്ടുള്ളത്. വളരെ വൈകാരികമായ കാഴ്ചകളാണ്, വൈകാരികമായ സാഹചര്യങ്ങളാണ്. നാട്ടുകാർ ഓരോരുത്തരും വന്നെത്തി പലരും ആദ്യമായി വൈകാരികമായ കാഴ്ചകളാണ് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിന്റെ ചേച്ചിയാണ്. എന്തൊരു വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണല്ലേ ബാലരാമപുരത്ത് നിന്ന് വരുന്നത്. ഒരു പിഞ്ചു കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ അധികം ഒരുക്കങ്ങളൊന്നുമില്ല. ഉടൻ തന്നെ സംസ്കാരം നടത്താനുള്ള തീരുമാനത്തിലാണ് അവിടെയുള്ളവർ. അതിനായി നാട്ടുകാർ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നാട്ടുകാർ മൊത്തത്തിൽ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും ഇവിടേക്ക് എത്തിക്കുമോ, ഈ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കുമോ എന്നതിലൊരു സംശയമുണ്ട്. കാരണം ഉമേഷ് പറഞ്ഞതനുസരിച്ച് അവരെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഉമേഷ്, എങ്ങനെയാണ് അവരെത്തിക്കുമോ? ഉമേഷ് ഇപ്പോൾ അതിനുവേണ്ടി, അതായത് അച്ഛനെയും അമ്മുമ്മയും ഇവിടെ എത്തിച്ച് ദേവേന്ദുവിനെ അവസാനം ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവർ പോലീസുകാരുമായി സംസാരിച്ചു. എന്തായാലും അതിനുവേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്, അവരുടെ മറുപടിക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. നേരത്തെ നമ്മൾ കണ്ട, അതായത് ഈ കൊലപാതകം നടന്ന വീട്ടിലല്ല ഇതുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട് എന്ന് പറയുന്നത് ഈ ദേവേന്ദുവിന്റെ അമ്മയുടെ ഒരു കുടുംബ വീടുണ്ട്. ഈ വീട്ടിൽ ആൾതാമസമില്ല. ഏകദേശം 3 വർഷം മുൻപാണ് ഇവർ ഈ വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് മാറുന്നത്. ഈ വീട് ഇടിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു ഇവിടുന്ന് മാറുന്നത്. പക്ഷെ ഇവിടെ അവർക്ക് സ്വന്തമായി വസ്തുവുണ്ട്. ഈ വീട്ടുവളപ്പിലാണ് ഇവരെ എത്തിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ കുട്ടിയുടെ അച്ഛനെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു മറുപടി കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൂടുതൽ കാത്തിരിക്കില്ല. കാരണം പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞതാണ്. മറ്റ് ചടങ്ങുകൾ, അതായത് മറ്റ് ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒന്നുമില്ല. വളരെ വേഗത്തിൽ ഈ ഒരു ചെറിയൊരു കുഴിയിൽ അടക്കം ചെയ്യാനുള്ള തീരുമാനമാണ്. അത്തരത്തിൽ നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കും. എന്തായാലും പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം അല്പം മുൻപാണ് വീട്ടിലെത്തിച്ചത്. ദേവേന്ദുവിനെ ഒരു നോക്ക് കാണാൻ ദേവേന്ദുവിന്റെ സഹോദരി, മൂത്ത ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ പറഞ്ഞതുപോലെ നമ്മളോട് അല്പം മുൻപ് സംസാരിക്കുമ്പോൾ ഏകദേശം 5:30 ദേവേന്ദുവിന്റെ ചേച്ചിയെ വിളിച്ചുണർത്തി അമ്മയാണ് പറയുന്നത്, വാവ കിണറ്റിൽ വീണു, വാവയെ കാണാനില്ല. പിന്നീട് പറയുന്നു കിണറ്റിൽ വീണു എന്ന് പറയുന്നത്. എന്തായാലും ആ കുട്ടി ആരോരും ഇല്ലാതെ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയും അതിലും ഹൃദയഭേദകമാണ്. എന്തായാലും 2.5 വയസ്സുള്ള ഒരു കുട്ടി, അവർക്ക് ജീവിതം എന്താണെന്നോ അല്ലെങ്കിൽ വേദന എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു പ്രായത്തിൽ, അതും ഏറ്റവും സുരക്ഷിതരായിരിക്കുന്ന ആണ് എന്ന് സ്വയം കരുതുന്ന കരങ്ങളാൽ ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വളരെ ദുഃഖത്തോടു കൂടിയാണ് നമുക്കും ഈ ദൃശ്യങ്ങൾ കണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ ആകുക. ഒരുപക്ഷെ ഒരിക്കലും ഈ ഒരു ഏറ്റവും സുരക്ഷിതമായ ഒരു കുട്ടി, ഏറ്റവും സുരക്ഷിതമായിരിക്കേണ്ട അമ്മയുടെ അല്ലെങ്കിൽ അമ്മാവന്റെ എല്ലാം സംരക്ഷണത്തിൽ ജീവിക്കേണ്ട കുട്ടി, ആ സംരക്ഷണം ഒരുക്കേണ്ടവർ തന്നെ ഇത്തരമൊരു കൊടും ക്രൂരത
ഒരു കുഞ്ഞിനോട് ചെയ്തിരിക്കുന്നു. 2.5 വയസ്സാണ്. 2.5 വയസ്സിനിടയിൽ ആ കുട്ടി ഒരുപക്ഷെ കാഴ്ചകൾ പോലും കണ്ട് തുടങ്ങിയിട്ടേ ഉണ്ടാകുകയുള്ളൂ, നടന്നു തുടങ്ങിയിട്ടേ ഉണ്ടാകുന്നുണ്ടാവുള്ളൂ. ഓരോ കാര്യങ്ങളും അറിഞ്ഞു വരുന്ന പ്രായമാണ്. ഓരോ കാര്യങ്ങളും പഠിച്ച് ആദ്യം എഴുന്നേറ്റ് നടന്ന് വീണ വീഴ്ചകളിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിച്ച് പതിയെ പതിയെ വെച്ച് തുടങ്ങുന്ന ഒരു സമയം. ആ പ്രായത്തിലാണ് ക്രൂരത, ഒരു സാമാന്യമായ ഒരു ക്രിമിനൽ സ്വഭാവത്തിനേക്കാൾ എത്രയോ മുകളിൽ ഒരു അമ്മയും അമ്മാവനും പ്രാഥമികമായ നിഗമനത്തിൽ അമ്മയും ഇതിന് പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അമ്മയുടെ കാര്യം കൂടി പറയുന്നത്. എന്തായാലും അമ്മാവൻ ഈ കൊലപാതകം നടത്തിയതാണ് എന്ന് അമ്മാവൻ സമ്മതിച്ചു കഴിഞ്ഞു. അമ്മയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ വീണ്ടും ഈ പറയേണ്ടി വരുന്നത്. എന്തായാലും അമ്മയെ ഇവിടെ എത്തിക്കാനുള്ള സാഹചര്യമില്ല. പോലീസുകാരോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ കഴിയുമെങ്കിൽ അച്ഛനെയും അമ്മുമ്മയും ഇങ്ങോട്ടേക്ക് കുഞ്ഞിനെ കാണാൻ അവസരം ഒരുക്കാവുന്ന സാഹചര്യം ഒരുക്കാം എന്നുള്ള മറുപടിയാണ് നൽകിയത്. അതെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്കാര ചടങ്ങ് അത് വളരെ ലളിതമായി തന്നെ ആ ചടങ്ങായി തന്നെ നടത്തുന്നു. അത് അമ്മയുടെ അമ്മാവിൻ്റെ വീട്ടിലാണ്. അവിടെ അല്ലാത്ത വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല. തറവാട്ട് വീടാണെങ്കിൽ പൊളിഞ്ഞ് അതിനെ തുടർന്നാണ് അവർ വാടക വീട്ടിലേക്ക് മാറിയിരുന്നത്. ഇപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിലാണ് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നത്. കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മുമ്മയെയും ഒരു നോക്ക് കുഞ്ഞിനെ അവസാനമായി കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ അമ്മ ഏതായാലും അമ്മാവൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നും അതിൽ അമ്മയുടെ സഹായം ഉണ്ടായെന്നുമുള്ള സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കുമ്പോൾ ആ രീതിയിൽ അമ്മയ്ക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കുന്നില്ല. പക്ഷേ നമുക്ക് കാണാം, ആ ബന്ധുക്കളും അയൽക്കാരും എല്ലാം നാട്ടുകാരും എല്ലാം ചേർന്ന് അവിടെ വല്ലാതെ സങ്കടപ്പെട്ട് വേദനിച്ച് നിൽക്കുന്നു. കരുതലാകേണ്ട, താങ്ങാകേണ്ട, തുണയാകേണ്ട, കാത്തു സൂക്ഷിക്കേണ്ട കുടുംബം തന്നെയാണ് ഇതിനു പിന്നിലെന്നുള്ള ഒരു അറിവ് അത് തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നതാണ്. ആശ്ചര്യപ്പെടുത്തുന്നു, അമ്പരപ്പിക്കുന്നു. അതിലെല്ലാം തന്നെയാണ് എല്ലാവരും. വളരെ പിഞ്ചു കുഞ്ഞാണ്. ഇനി എന്തെല്ലാം കടന്നു പോകേണ്ട, എത്ര സന്തോഷത്തോടെ ജീവിക്കേണ്ട നിഷ്കളങ്കതയാണ് ഇപ്പോഴവിടെ നിശ്ചലമായി ചേതനയേറ്റ് കിടക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, അപ്പോൾ അധികം താമസിയാതെ തന്നെ ഈ ചടങ്ങ് അങ്ങ് തീരും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പക്ഷേ ഇപ്പോൾ അച്ഛനും അമ്മുമ്മയും എത്താൻ ഒരു പക്ഷേ സമയം എടുത്തേക്കുമോ? അങ്ങനെ പോലീസ് അനുവാദം നൽകുകയാണെങ്കിൽ ഉടൻ തന്നെ എത്തും. കാരണം ഇപ്പോൾ തൊട്ടടുത്താണ് ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ എത്തിക്കാൻ മറ്റെന്ത് നടപടിക്രമങ്ങളൊന്നും ഇല്ല ഇതിന്. കാരണം അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണത്തിൽ വേണമെങ്കിൽ പോലീസ് സംരക്ഷണം ഒരുക്കി തന്നെ ഇവിടെ കൊണ്ട് എത്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വലിയ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഈ അനുവാദം, അതാണ് ഒരു പക്ഷേ അനുവാദം ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ എത്തി പോസ്റ്റ്മോർട്ടം ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് അതിനനുകൂലമായ നിലപാട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്, മറുപടി പറഞ്ഞത് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഇവിടെ അച്ഛനും അമ്മുമ്മയും, ദേവേന്ദുവിന്റെ അമ്മുമ്മയും അച്ഛനെയും ഇവിടെ എത്തിക്കും. അവർക്ക് അവസാനമായി ഒന്ന് കാണാൻ അവസരം ഒരുക്കും. അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഒരുക്കുക. എന്തായാലും ഉടൻ ഇക്കാര്യത്തിലൊരു വ്യക്തത ലഭിക്കാം. ഇപ്പോൾ സ്മിത, ഇപ്പോൾ അറിയുന്നത് വരാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ എത്താൻ. അതായത് പിതാവിനും അമ്മുമ്മയ്ക്കും പോലീസ് ഇപ്പോൾ അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഇപ്പോൾ ഈ ഒരു കാരണം പൊതുദർശനത്തിന് അവസാനമായി ദേവേന്ദുവിനെ കാണാൻ, ദേവേന്ദുവിനെ ഒരുപക്ഷെ സ്ഥിരം കണ്ട് പരിചയിച്ച ആ റോഡ് സൈഡിലുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു നോക്കുപോലും കാണാത്ത ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അവസാനമായി ദേവേന്ദുവിനെ ഒന്ന് കാണാൻ. എന്തായാലും ഈ ആളുകളുടെ എണ്ണം, അതായത് ഈ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ, അവസാനം ഒരു നോക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പക്ഷേ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകും. മറ്റു ചടങ്ങുകളില്ല, സംസ്കാരത്തിലേക്ക് പോകും. ഒരു ചെറിയൊരു വീട്ടുവളപ്പിലുള്ള ചെറിയൊരു കുഴി, ദേവേന്ദു എന്ന കുട്ടിക്ക് ആ കുഞ്ഞു ശരീരം അടക്കം ചെയ്യാനുള്ള ഒരു ചെറിയ കുഴി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ദേവേന്ദുവിന്റെ ചേതനയേറ്റ ശരീരം അവസാനമായി അതിലേക്ക് അവിടെ അടക്കം ചെയ്യും. എന്തായാലും ഇതെല്ലാം കാണാൻ ദേവേന്ദുവിന്റെ ചേച്ചി നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വാവ എന്നാണ്. എന്തായാലും ചേച്ചിയുടെ വാവ ഒരു വളരെ വൈകാരികമായ, ഒരുപക്ഷെ ചേച്ചിയുടെ കഴിഞ്ഞ 2.5 വർഷത്തെ കൂട്ടായിരിക്കും ഈ ദേവേന്ദു എല്ലാം. ഈ അച്ഛനും ഒരുപക്ഷെ സംരക്ഷണം ഒരുക്കും എന്ന് കരുതിയിരുന്ന അമ്മയും അമ്മാവനും എല്ലാം കോടതിയും കേസുകളുമായി എല്ലാം പോകുമ്പോൾ ഈ ഒരു കുഞ്ഞു ചേച്ചി കൂടി ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു സങ്കടകരമായ വസ്തുതയുമുണ്ട്. എന്തായാലും ദേവേന്ദുവിന്റെ ഒരു ജീവിതം അവിടെ അമ്മയും അമ്മാവനും എല്ലാവരും ചേർന്ന് ഇവിടെ ഒരു പൂ ഞെരടി
അവസാനിപ്പിക്കുന്നത് പോലുള്ള ലാഘവത്തോടു കൂടി ഒരു രാത്രി കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നു. ഇതിന് എത്ര ദിവസത്തെ ഗൂഢാലോചനയുണ്ടോ, അല്ലെങ്കിൽ എത്ര നാള് ഇതിനു വേണ്ടി തയ്യാറാക്കിയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നേ ഉള്ളൂ. ഇപ്പോഴും ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് 16 ദിവസം മുൻപാണ് ഈ ദേവേന്ദുവിന്റെ അപ്പൂപ്പൻ, അതായത് ദേവേന്ദുവിന്റെ അച്ഛന്റെ അച്ഛൻ മരിക്കുന്നത്. അതിന്റെ 16 ചടങ്ങാണ് നടത്താനിരുന്നത്. ആ ചടങ്ങിനെത്തിയതാണ് ദേവേന്ദുവിന്റെ അച്ഛനും. അവിടെയാണ് ഈ ഒരു അടുത്തൊരു ദുരന്തം, അല്ലെങ്കിൽ ഒരു ക്രൂരത, ഒരു സമാനതകളില്ലാത്ത ക്രൂരത അരങ്ങേറിയത്. അത് ഒളിക്കാൻ ചെയ്ത പ്രവൃത്തികളും അതിലും വളരെ ക്രിമിനൽ ബുദ്ധിയും വളരെ ആസൂത്രണത്തോടുകൂടി അത് ഒളിക്കാൻ വേണ്ടി ചെയ്ത ക്രിമിനൽ പ്രവൃത്തികളും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഉടൻ ഒരു പക്ഷേ സംസ്കാര ചടങ്ങുകളിലേക്ക് ഉടൻ കിടക്കും. ഇപ്പോഴും ആളുകൾ, ഈ പരിസരത്തുള്ള പ്രദേശവാസികളും മറ്റ് ബന്ധുക്കൾ അടക്കമുള്ളവരും എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും അച്ഛനും അമ്മയും അമ്മാവനും എല്ലാവരും പോലീസ് കസ്റ്റഡിയിലുള്ളപ്പോഴും ഈ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഈ ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്താൻ ഈ വീട്ടുവളപ്പിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കുന്നതുമെല്ലാം ദേവേന്ദുവിന്റെ അമ്മയുടെ അമ്മാവനാണ്. അമ്മാവന്റെ വീട്ടിലാണിപ്പോൾ അമ്മാവന്റെ വീട്ടിലാണിപ്പോൾ മൃതദേഹം ഉള്ളതും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് നേരിട്ട് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു പിഞ്ചു കുഞ്ഞാണ് ഇല്ലാതെയായത്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ചേച്ചിയും അത്ര വലുതായിട്ടൊന്നുമില്ല. ആ കുഞ്ഞ് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. വാവ, ആ കുഞ്ഞിനെ, അതിന്റെ സംരക്ഷണം ഇനി ആര് എന്നുള്ളൊരു ചോദ്യവും വലിയൊരു ചോദ്യമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം 2 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ, അതിനെ ഇല്ലാതാക്കാൻ കുടുംബത്തിലുള്ളവർക്ക് കഴിഞ്ഞെങ്കിൽ ഇനി ആര് സംരക്ഷിക്കും? അച്ഛനുണ്ട്, അമ്മുമ്മയുണ്ട്. പക്ഷേ അവരിലേക്കൊക്കെ ഇപ്പോൾ അവർക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും പോലീസ് അനുവാദം കൊടുത്തിട്ടില്ല. അതിന് ചിലപ്പോൾ ഒരു പക്ഷേ കാരണങ്ങൾ ഉണ്ടാകാം. ചോദ്യം ചെയ്യലൊക്കെ തുടരുകയാണ്. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്, യഥാർത്ഥത്തിൽ ആരാണ് പ്രതി, അതിന് ആ രീതിയിലൊക്കെ തന്നെ 2 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ ആര് കൂട്ട് നിന്നു, എന്താണ് ഇതിൻ്റെ ഒരു മോട്ടീവ്, ഈ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ പിഞ്ചു കുഞ്ഞ് അന്ത്യയാത്ര ഒന്നുമില്ലാതെ തന്നെ അവസാനമായി ഉറക്കത്തിലേക്ക് യാത്രയയപ്പ് ഒന്നും കൊടുക്കുന്നില്ല. വളരെ ചെറിയ ഒരു ചടങ്ങ് എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. സംസ്കാരമാണ് ഇപ്പോൾ നടക്കുന്നത്. നാട്ടുകാരെല്ലാവരും തന്നെ അവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവരും വളരെ വേദനയോടെയാണ് അവിടെ നിൽക്കുന്നത്. ആ മൂത്ത കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, ബന്ധുക്കളുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വലിയ വിഷമമാണ്. കൂടെ നിൽക്കുന്നവരെല്ലാം ഒരുപക്ഷെ അതോർത്ത് തന്നെയായിരിക്കും കൂടുതൽ ആവലാതിപ്പെടുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാരം അത് കഴിയും. അതിനുശേഷം മറ്റ് നിയമ നടപടികൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനിയും കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഈ രാവിലെ മുതൽ ഈ കുഞ്ഞിനെ കാണാനില്ല, വാവയെ കാണാനില്ലായിരുന്നു എന്ന് ചെറിയ ചേച്ചിക്കുട്ടി പറയുമ്പോൾ അതിനുശേഷമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഇന്ന് വൈകിട്ടിനുള്ളിൽ തന്നെ ഒരു പക്ഷേ പോലീസ് ഈ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചേക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ സംസ്കാരം നടക്കുന്ന അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടവേളയിലേക്ക് പോവുകയാണ്. വളരെ പെട്ടെന്ന് തിരികെ എത്തും.